റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? ഇതൊരു മുന്നറിയിപ്പില്ലാതെ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരുവാ നിന്നെ കാണാൻ. എന്നിട്ട് വിളിച്ചു പറയാൻ എന്ത്? അതൊക്കെ കാര്യമുണ്ട്. എന്റെ ചെറുക്ക എന്റെ ആദ്യം മൊത്തം പറന്ന് വരച്ചേക്കണ നോക്കി എന്തോരം പടവന്ന്. ബുക്ക് മേടിച്ചേ. ഓ അയ്യോ അമ്മ പറയാൻ മറന്നുപോയി. അടുത്ത ആഴ്ചയെ പഞ്ചായത്തില് 65 വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അമ്മയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കും കിട്ടുമോ? ആ ആദരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റുമുണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. കൊള്ളാം, നല്ല ഐഡിയ. അടുത്ത ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്? എന്റെ ദൈവമേ, പോ അമ്മ ഒന്ന്. അതൊന്നും അല്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, അടുത്ത ഇലക്ഷന് ഈ മുണ്ടും നേരിയത് വാങ്ങിക്കുന്നതിൽ ആരൊക്കെ കാണുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ആർക്കൊക്കെ കൊടുക്കുന്ന ഇപ്പൊ എന്തായാലും ആരൊക്കെ? ഇതങ്ങനെയുള്ള ഒരു പരിപാടിയല്ല. 65 വയസ്സ് കഴിഞ്ഞ പഞ്ചായത്തിലെ ആളുകളെ ആദരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ഇപ്പൊ അമ്മയുടെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ പേരുണ്ട്. നമ്മുടെ ഭവാനി അമ്മയുണ്ട്, അമ്മയുടെ 2-3 കൂട്ടുകാരികളുണ്ട്. വസന്തയുണ്ട്, അവരൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും പേര് വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ അപ്പച്ചന്മാരുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ ഡേറ്റ് അമ്മനെ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം കേട്ടോ. നല്ലത് തന്നെ. നീ എന്താ പോയിട്ട് പെട്ടെന്ന് പോന്നേ? തിരിച്ചു വരേണ്ടി വന്നു. അതാ ഒരു വിരുന്നുകാരിയുണ്ട്. ആര്? കണ്ടാൽ ഞെട്ടരുത്. തരളിയിൽ നിന്നും ജാലകണക്കെ ജലതിയിൽ നിന്നും. ഇത് ആരാത്? കുഞ്ഞമ്മച്ചി. സുഖാന്നോടെ. ഞാൻ വർഷോപ്പിലോട്ട് വന്നാൽ പെട്ടെന്ന് പെണ്ണുമ്പോൾ എന്റെ വണ്ടിക്ക് കുറുക്കിയാടി. നല്ല വള്ളു പറയാൻ വേണ്ടി നോക്കിയതാ. കൈയടിച്ച് കൊണ്ടുവന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ട് വന്നപ്പോഴേ അച്ഛന്റെ ഗുളിക എടുക്കാൻ വേണ്ടിട്ട് വന്നാ ഇവിടെ. ഗുളിക എടുക്കാനൊന്നും അല്ല, എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യം സാധിക്കണം. എന്ത് കള്ളി? ഒരു AC മേടിച്ച് അന്നേ വെക്കൂ. എടാ ഇപ്പൊ എന്തിനാ AC ന്നോ? ഇപ്പൊ അല്ലാതെ പിന്നെ മഴയത്താന്ന് AC. നീ അങ്ങോട്ടൊന്ന് വന്ന് നോക്ക്. അങ്ങനെ കൊഞ്ച് ചുരുളുന്നോളാടാ ചുരുണ്ട് കിടക്കുന്നത്. ഈ ചൂടും പിടിച്ച ഉള്ള വേർപ്പ് മൊത്തവും അങ്ങനെ തലയിലടിഞ്ഞ് തലനീരായി കിടന്ന് കൊരയോട് കൊര. നാട്ടിലുള്ള പട്ടി മൊത്തവും കിടന്ന് കുരച്ച് ഞാൻ 1 മാസമായി ചേച്ചി ഞാൻ ഉറങ്ങിയിട്ടറിയാമോ? 1 മാസമായി. അവിടെ നാട്ടുകാർക്ക് ഉറങ്ങണ്ട. ചുമയോ സൗണ്ടാ ഇല്ല പള്ളിമണിക്ക് പിന്നെ സൗണ്ട് കുറവാ. ആ രീതിയിലാ സൗണ്ട്. എന്റെ അമ്മച്ചി നിങ്ങൾ എന്തൊരു മണ്ടത്തരം കാണിച്ചു. ഈ AC മേടിക്കാൻ വേണ്ടി ഇവിടെ വരെ വരേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? ആ കൊടങ്ങാള് ഹോം അപ്ലയൻസിൽ പോയിട്ട് സാധനം ചേർത്തത് പൈസ കൊടുത്തിട്ടോ മേടിച്ചാൽ പോരായിരുന്നു. അത് ശരി. കൊടുങ്ങാമളെ പോയി കൊടുത്ത് ചിരിച്ച കന്നഡ പറഞ്ഞ അവന്മാരെ എനിക്ക് AC ഇല്ലോടാ തരുമോ? അതിന് പൈസ കൊടുക്കണം. ഞാനെന്തോ ചെയ്യണം? നീ പൈസ തരണം. പൈസ? ഒരു AC മേടിക്കണ 10-30,000 രൂപ വേണം. നിന്നതിപ്പോ ഞാൻ എവിടെ പോയി ഒപ്പിക്കും? അത് ശരി. എന്താ റോസ്മേരി പറഞ്ഞാൽ ഇവിടെ കണ്ട് ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലും കണ്ട് ഏതാണ്ട് അവിടെ കണ്ട് വില കുറച്ച് AC കിട്ടുമെന്ന്. അയ്യോ അതിന് ഇവൻ പട്ടാളക്കാരനല്ലല്ലോ. അത് പട്ടാളക്കാർക്ക് അവരുടെ ബന്ധുക്കാർക്കൊക്കെ ഉള്ളതല്ലേ. കാർഡൊക്കെ കാണിക്കാതെ എന്റെ ഇവിടെ ഇരിക്കുന്നു. അതിന്റെ നീ മേടിച്ചെന്നേ. എടാ തന്തേം തള്ളേ നോക്കണ്ട ഉത്തരവാദിത്വം നിനക്കാന്നോ? ആണോ? നീ ഇപ്പൊ AC മേടിക്കാതെ പിന്നെ മഴയത്താണ് AC കൊണ്ടൊന്ന് ഉണ്ടാക്കി വെക്കുന്നത്. വേർപ്പ് തങ്ങി എനിക്കാണെങ്കിൽ എന്റെ പൊന്നേച്ചി എനിക്ക് തൈറോയ്ഡ് ഒരു തുള്ളി എനിക്ക് ഭയങ്കര വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ചൂട്. ഇവിടെ ആണെങ്കിൽ തട്ടടിച്ചോണ്ടേ ചൂട് കുറവാ. അവിടെ ആണെങ്കിൽ വെന്ത് ഉരുവാ. മിറ്റത്ത് മൊട്ട പൊട്ടിച്ചിട്ട ആംബ്ലേറ്റ് ആവും. ആ രീതി കിടന്ന് ചൂടെടുക്കുക. നിനക്ക് ഇവിടെ വന്നിരുന്നാ മതിയല്ലോ. തൽക്കാലം ഒരു പെഡസ്റ്റൽ ഫാൻ വെക്കാം. മറ്റേ സീലിംഗ് ഉണ്ടല്ലോ, അതിടുമ്പോഴത്തെ നല്ല കാറ്റ്. അതൊക്കെ എന്റെ പട്ടിക്ക് വേണം. അത് വെക്കാനാണെങ്കിൽ ഞാൻ നിന്റെ അടുത്തോട്ട് വരുമോ? നിന്നിപ്പോ ഞാൻ ഒരു AC മേടിച്ച് വെച്ചു. നിന്നെ ഞാൻ മട്ടപ്പാവ് മാളികയൊന്നും ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. ഒരു AC മേടിച്ച് തന്നേ മേടിക്കാം. ഇന്ന് തന്നെ AC മേടിക്കാം. നമ്മുടെ മാലഞ്ഞോട്ട് പള്ളിപ്പെരുന്നാൾ നമുക്ക് പറഞ്ഞെടുത്തരാം. ഒരിക്കലും ഞാൻ അടിച്ചു പൊട്ടിക്കും. എന്റെ ചേച്ചി അങ്ങാരി വെന്റിലേറ്ററിൽ കിടന്ന് ചാവാ കിടന്നിട്ടോരും ഞാൻ എന്റെ ഈ മാല ഞാൻ പണയം വെച്ചിട്ടില്ല. അത്ര പരിശുദ്ധമായിട്ട് ഈ താലി ഞാൻ കൊണ്ടു നടക്കും അങ്ങാരി മക്കളെ. അറിയാമോ? അവന് മാല കാണാൻ പോലോ. എന്നാ പിന്നെ ഞാൻ ഈ വെച്ചങ്ങ് മേടിച്ചാ എന്റെ അടുത്തോട്ട് പറഞ്ഞു. ഞാൻ എന്തായാലും ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും. അല്ലാതെ ഞാൻ 2-3 ദിവസമല്ല എന്റെ പൊന്നു കുഞ്ഞ്. നീ ഇന്ന് എവിടുന്നെങ്കിലും മറിച്ച നമുക്കിന്ന് വൈകിട്ട് പോയി AC ഫിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വേർത്ത് ചത്തു. അങ്ങാരാണെങ്കിൽ കവം കയറി ഞങ്ങൾക്ക് ശ്വാസം പോലും കിട്ടുന്നില്ല.
അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഇത് ഒരു നെറ്റിപ്പോറാൻ പൈസയല്ലേ 10-30 രൂപ വേണ്ടേ? ഇവന് കിട്ടുന്ന പൈസയല്ലേ എങ്ങോട്ട് പോവാടാ? എന്റെ കൊച്ചെ നിനക്ക് വല്ലതും കൊണ്ടു തരുന്നുണ്ടോ ഇവൻ? എന്റെ ദൈവമേ, ഞാനൊന്നും മേടിക്കുന്നുമില്ല, എനിക്കൊട്ട് തരണമില്ല. ഞാൻ അങ്ങോട്ട് കടം മേടിക്കും, അത് ഞാൻ തിരിച്ചു എന്റെ കയ്യിൽ നിന്ന് കടം മേടിക്കാറുണ്ട്, അത് ഞാൻ തിരിച്ചു മേടിക്കും, അത്രേ ഉള്ളൂ. നീ പിന്നെ ഇവിടെ വന്ന് വർക്ക്ഷോപ്പ് വേണ്ടെങ്കിൽ പറഞ്ഞോണ്ട് ഇവിടെ വന്ന് കിടന്നിട്ട് റോസ്മേരിയുടെ അടുത്ത് ചോദിച്ചാൽ മതി. ആഴ്ച ഡെയിലി പൈസ എടുത്തുണ്ട്. ആഴ്ച അടവുകൾ, ബാങ്കിൽ അടവുകൾ, പിള്ളേർ ചെലവ്, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഗുളികക്കുള്ള പൈസ എല്ലാം എടുത്തിട്ടില്ലേ? ഇവിടെ ഏതാണ്ട് ഞാൻ ബാങ്ക് വല്ലതും നടത്തുവന്നു. അവളാണെങ്കിൽ പെരുങ്കള്ളിയാ. 1000 അയച്ചാ 200 എനിക്ക് തരുന്നത്. അവള് പെരുങ്കള്ളിയാ. ഒരു കാര്യം ചെയ്യും, ഒരു 2 ദിവസം കഴിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. 2 ദിവസം ഞാൻ ഇവിടെ കിടന്ന് വേർത്തൊലിച്ച്. അമ്മയുടെ പെൻഷൻ പൈസ എല്ലാം എന്റെ കയ്യിൽ എവിടെ നിന്ന് എന്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ മുറിയിൽ ഒരു AC വാങ്ങിച്ചു വെച്ചേനാ. നീ വയസ്സായവരുടെ കയ്യിലൊന്നും വെറുതെ കൈ കാണത്തില്ല, ആ കുഞ്ഞുങ്ങളുടെ കയ്യിലൊന്നും കാണത്തില്ല. നീ വർക്ക്ഷോപ്പിൽ അങ്ങനെ കിട്ടാനുള്ള പൈസ മേടിച്ചോണ്ട് നീ ഒരു AC മേടിച്ചതാ. AC മേടിച്ചാ മനുഷ്യൻ ചാവാതെ ചൂട് പിടിച്ച്. കുഞ്ഞമ്മച്ചി ഒരു കാര്യം ചെയ്യും, റെസ്റ്റ് എടുക്കാം. അവൻ അപ്പത്തേക്ക് AC മേടിച്ചോണ്ട് വരും, ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ എടുക്കാം. പോട്ടു ആക്കണേ. അത്രയ്ക്ക് വയ്യാത്തോണ്ടാടാ അവന്റെ മുറി പോയി കിടക്ക്. വലിയ മട്ടപ്പാവ് മാളികയൊന്നും വെക്കണമെന്ന് തള്ള പറയുന്നില്ലല്ലോ, ഒരു AC അല്ല ഉള്ളോ. എന്റെ കുഞ്ഞ് തണുത്ത് ഗ്ലാസ് വെള്ളം ചുത്താതാണോ വേർത്തൊലിക്കുവാ ഞാൻ ചത്ത്. അയ്യോ എന്റെ ദൈവമേ, അറയൊക്കെ കാല് പിടിക്കണം ഒരു AC-ക്ക്. അമ്മ പാമ്പ്. പോ പാമ്പേ പോ. അയ്യോ വീണാത്തര പോണ പോലെ പോലെ. അമ്മ പാമ്പ് ഓടുവാ. പാമ്പ് പാമ്പ് എവിടെ? പാമ്പ് എവിടെ? പാമ്പ് എവിടെയിരുന്നു? പാമ്പ് എവിടെ? എവിടെ പാമ്പ്? ഞാൻ കളിച്ചോണ്ട് വന്നപ്പോ അവിടെ വലിയ പാമ്പ്. ഞാൻ കല്ലെടുത്തെറിഞ്ഞപ്പോഴേ എഴഞ്ഞ് വീടിനകത്തോട്ട് എന്ത് പാമ്പാന്നാവോ? പോവണ്ട, ഞാൻ നോക്കട്ടെ. ഞാൻ കേറിയൊന്നും പോവില്ല. എന്തെങ്കിലും പോരുതേ ചേച്ചി. കുഞ്ഞമ്മച്ചി അകത്ത് കിടന്നുറങ്ങുമല്ലേ? വിളിക്കട്ടെ. ഉറങ്ങാനും സമ്മതിക്കത്തില്ല. എന്റെ ദൈവമേ, ഒന്ന് നടു നോക്കാൻ സഹായിക്കത്തില്ല. എന്തോടി? ഹലോ കുഞ്ഞമ്മച്ചി, വീടിനകത്തോട്ടൊരു പാമ്പ് കയറി വന്നേക്കും. നിങ്ങൾ ഇറങ്ങി വാ. നോക്കിട്ട് പതുക്കെ ഇറങ്ങി വരാൻ നോക്കണേ. നോക്കണേ എവിടെയൊക്കെ നോക്കിട്ട് എന്ത് ചെയ്യാനാ ദേവേ? അല്ലെങ്കിൽ അച്ചാച്ചൻ എല്ലാ സമയം ഇവിടെ ഉള്ളതാ. നീ ഒന്ന് വിളിക്കെന്തായാലും. ആരെ വിളിക്കാനാ? കനകനെ. ഏട്ടനില്ലല്ലോ, ഏട്ടൻ നേറ്റുകരയല്ലേ, പിന്നെ ആരെ വിളിക്കാം? ആരെങ്കിലും എനിക്ക് വിളിച്ചിട്ട് ആരെങ്കിലും കിട്ടുമോ ചെയ്യാനാണെന്ന് പോയി. എങ്ങനെ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല? പറയണില്ലേ പുറത്തു പോയി ഒറ്റക്ക് കളിക്കരുതെന്ന്. വലിയ പാമ്പ് ജന്തുക്കളൊക്കെ ഉണ്ട്. പറഞ്ഞാ കേക്കൂല അവന്. ഇവിടെ കിടക്ക് വരുന്നെന്ന്. കളിച്ചിട്ട് വന്നപ്പോ ഇവിടെ കിടക്കിയിരുന്നു. ഞാൻ കല്ലെടുത്തെറിഞ്ഞപ്പോഴാ വീടിനകത്തോട്ട് കയറിയേ. കൊച്ചിനെ കയറി കടിക്കാൻ അതേന്നെ കണ്ടത് കാര്യമേ. നിനക്ക് വല്ല എപ്പോഴും പറയണതല്ലേ. ഹലോ എടാ കനക, എടാ പിന്നെ നമ്മുടെ വീടിന്റെ അകത്തോട്ടൊരു പാമ്പ് കയറി പോയിടർക്കാ. കിട്ടിയാ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ. ആളെ കിട്ടി. കനകമ്മച്ചമ്പി പറഞ്ഞ ആളിനെ തന്നെ കിട്ടി. ഇച്ചിരി താമസിച്ചായിരുന്നു ആള് പോയേനെ. വീട്ടിലുണ്ടായിരുന്നു. വണ്ടിയുടെ പൈസ കൊടുക്കും. ഞാനാ? അല്ല ഞാൻ കൊടുക്കാം, കാരണം എന്റെ വീട്ടിലാണല്ലോ പാമ്പ് കയറി. ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കാം. പിന്നെ അവിടെ അല്ല ആ താഴത്തെ വീട്ടില്ല.
എടാ, താഴാന്നേ. ഇയാളാണോ നീ പറഞ്ഞ പാമ്പ് പിടുത്തക്കാരൻ? അമ്മേ അമ്മയ്ക്ക് ആളിനെ മനസ്സിലായില്ലേ? അയ്യോ ഫേമസ് പാമ്പ് പിടുത്തക്കാരനാണ്. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. സ്നേക്ക് ഹെൻഡർ കോബ്ര. കോബ്ര അല്ല, കോപ്ര. കോയിക്കൽ പ്രഹ്ലാദൻ, അതാണ് എന്റെ പേര്. യൂട്യൂബ് ചാനലിൽ അടിച്ചു നോക്കി കാണാം. ഞാൻ വിചാരിച്ച് പാമ്പ് പിടുത്തക്കാരനായോണ്ട് കോബ്രാന്ന്. ഡാൻസ് ടീച്ചർ അല്ലേ? അയ്യോ, നമ്മുടെ വീടിന്റെ അടുത്ത് അമ്പലത്തില് കുട്ടികളുടെ അരങ്ങേറ്റത്തിന് ടീച്ചർ വന്നിരുന്നു. നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഉള്ളതാണോ? നല്ല ഡാൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഒരു സജഷൻ ഉണ്ട്, പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ ഭരതനാട്യം, ഈ പിന്നെ ഈ കുച്ചിപ്പുടി അങ്ങനെ അതിന്റെ കൂടെ സിനിമാറ്റിക് കൂടി മിക്സ് ചെയ്യണം. അപ്പൊ നമ്മളെ പോലുള്ള യൂത്തന്മാർക്ക് പറമ്പ് കിടന്ന് അഴിഞ്ഞു. പുരാണ പറച്ചിലും കഥ പറച്ചിലും ഒക്കെ പിന്നെ ഇയാൾ പാമ്പ് പിടിക്കാൻ വന്നതാണെങ്കിൽ പോയി മനുഷ്യൻ ഇവിടെ സമാധാനം പോകട്ടെ. ഇച്ചിരി വിഷം കൂടിയതാണല്ലോ. പാമ്പിനെ കണ്ടില്ല. പാമ്പല്ല ഇത്. പോയി പാമ്പ് പിടിക്കാൻ പറഞ്ഞാ പാമ്പ് പിടിക്കാൻ വന്നത്. ആ വീട്ടിലാണ്. മണം പിടിക്കും മണം പിടിക്കുക. പാമ്പിന്റെ മണം. പാമ്പിന്റെ മണം കിട്ടിയ മാസ്റ്റർ. പാമ്പിന്റെ മണമല്ല, വറുത്തരച്ച മീൻകറി വെച്ചല്ലേ, കുടംപുളിയൊക്കെ ഇട്ട്. കൊടംപുളിയല്ല, പച്ചമാങ്ങ. പുളിഞ്ചൊക്കെ ഇട്ടാ? പച്ചമാങ്ങ അതാണ് അതിന്റെ മണം. എടോ, മനുഷ്യൻ ഇവിടെ സമാധാനമില്ല, ഇയാളൊന്ന് പാമ്പ് പിടിക്കും. അടങ്ങാൻ വെച്ചി കുട്ടും ഞാൻ. അതങ്ങോട്ട് അതൊക്കെ ഇനി കൊണ്ടുപോണ്ട സാധനങ്ങളാണ്. മെയിൻ ഐറ്റങ്ങളൊക്കെ അതിനകത്തിരിക്കുകയാണ്. ആരും പേടിക്കണ്ട, ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്റെ യൂട്യൂബ് ചാനലും ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ മതി കേട്ടോ. എടാ സൂക്ഷിക്കണേ. നമുക്കും പോയി നോക്കാം. ഇതെന്താ മകുടിയുടെ മ്യൂസിക്? ആ, പാമ്പ് മ്യൂസിക്. അതെന്തിന്? അത് എന്റെ ഒരു ടെക്നിക്കാണ്. ഞാൻ ഈ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് ഇടുന്ന മ്യൂസിക്കാ. അതെന്തിന്? ഈ മകുടിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അഥവാ പാമ്പ് ഉറങ്ങി കിടക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് ആരാ വന്നത് ഇങ്ങനെ നോക്കുന്നു, ഒറ്റപ്പെടുത്തും. 2 മിനിറ്റിലെ കാര്യം കഴിക്കും. ഈ പെരക്കകത്തോട്ടാ കയറിപ്പോയെ ആണല്ലേ? അപ്പൊ എന്റെ പറ്റുണ്ടേ, ഒന്ന് കട്ട് ചെയ്തോട്ടെ. വീഡിയോയും കൂടെ അങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഹലോ ഗൈസ്, ഹായ്. ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാനൊരു പുതിയ ഗസ്റ്റിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഒപ്പം ഉണ്ടാവണം. ഓക്കെ, കമോൺ. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഇതാണ്. ഇതിലകത്തോട്ട് കയറിയോ? മതി. അല്ല, അകത്തോട്ട് കയറി. മതി മതി മതി. ഇത്രയും പാമ്പ് അകത്താണ്. അപ്പൊ പാമ്പിനെ കാണാൻ അകത്തോട്ട് കയറ്. അത് പറ്റൂല. അതിന് വച്ച് കടിച്ചെന്ന് എന്ത് ചെയ്യും? അയ്യേ, ഇയാള് പേടിച്ചു പോയി. പേടിച്ചിട്ടല്ലെന്നേ, പാമ്പിന്റെ വിഷം ഇച്ചിരി വില കൂടിയതാണ്. വെറുതെ എന്തിനാണ് വേസ്റ്റൊക്കെ കളയുന്നത്? അതല്ലേ ശരി? അല്ല, അകത്തിരിക്കുന്ന പാമ്പിനെ എങ്ങനെ അറിയാൻ പറ്റും? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. ആരാണ് ആ പാമ്പിനെ ആദ്യമായിട്ട് കണ്ടത്? ഞാൻ വരൂ, വരൂ, വരൂ. അയ്യോ വേണ്ട വേണ്ട. അത് കുഴപ്പമില്ല, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. വരും 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 വരും. അവിടെ നിന്നാ മതി മക്കളെ, താഴെ നിന്നാ മതി. എന്താ പേര്? തക്കുടു. തക്കുടു. എന്റെ ഒരു പെരുമ്പാമ്പിന്റെ കുഞ്ഞിന്റെ പേരും തക്കുടു എന്നാണ്. പെരുമ്പാമ്പിന്റെ തക്കോണാണല്ലേ പാമ്പിനെ കണ്ടത്? അതിന്റെ ലക്ഷണങ്ങൾ പറയൂ. എങ്ങനെയായിരുന്നു അത് കാണാനിരുന്നത്? അത് നല്ല വീതി ഉണ്ടായിരുന്നു, നല്ല സൈസ് ഉണ്ടായിരുന്നു. വരയുണ്ടായിരുന്നു? വരയൊന്നുമില്ല, പ്ലെയിൻ ആയിരുന്നു അല്ലേ? എന്തായിരുന്നാ ഇങ്ങനെ ഒരുമാതിരത്തെ ഒരു ഒരുമാതിരിയുള്ള സാധനമാണെങ്കിൽ മറ്റതല്ല. ഇന്നെന്താഴ്ച? ഇന്ന് ബുധനാഴ്ച. ബുധനാഴ്ച. അപ്പൊ വെള്ളിക്കട്ടനല്ല, അത് വെള്ളിയാഴ്ച മാത്രമേ വരൂ. അതല്ലല്ലോ. ആണ്. അല്ല, അകത്തോട്ട് കയറ്. വേണ്ട, ഇത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെ ഡോറുണ്ടോ? നേരെ ഉണ്ട്, അത് അടച്ചിട്ടേക്കോ. പിന്നെ അങ്ങോട്ട് ഡോറും ജനലും എല്ലാം ഉണ്ട്. ഉണ്ട്, പുറകിൽ അത് അടച്ചിട്ടേക്കുവാ. അടച്ചിട്ടിരിക്കുകയാണ്. ഡോറുണ്ടല്ലോ. എന്നാ പിന്നെ നമ്മൾ ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഇതുവഴിയല്ലേ പാമ്പ് കയറിയത്. ഉറപ്പായിട്ടും തിരിച്ച് ഇതുവഴി വരത്തില്ല. അത് അതുവഴിയേ പോകാൻ സാധ്യതയുള്ളൂ. നമുക്ക് അപ്പത്തപ്പാം. അല്ല, ഞാൻ വന്നപ്പോഴേ ചോദിക്കണം വിചാരിച്ചേ. ഞാൻ ഈ പാമ്പോട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരത്തില്ല. അല്ല, പാമ്പോട്ട് വന്നിട്ട് ഈ പട്ടാപ്പോലി ലൈറ്റിന്റെ ആവശ്യമില്ലല്ലോ, നല്ല വെട്ടമുണ്ടല്ലോ. അത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പാമ്പ് പിടുത്തക്കാരുടെ ഒരു ടെക്നിക്കാണ്. എന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പാമ്പിനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരെ അതിന്റെ കണ്ണുകളിലേക്ക് നോക്കും. അപ്പോ ശത്രുവിനെ കണ്ട സ്ഥിതിക്ക് പാമ്പും നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കും. ഈ കണ്ണുകൾ തമ്മിലുള്ള ഒരു കാന്ത വലയമുണ്ട്. അതിലിങ്ങനെ നോക്കി പാമ്പ് നമ്മളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പം ഞാൻ ഈ ലൈറ്റ് അങ്ങ് ഓൺ ചെയ്യും. കണ്ണങ്ങ് മഞ്ഞും. ആ സമയം ഒറ്റ അതിനു വേണ്ടി വെച്ചിരിക്കുന്നത്. ഇതൊന്നും പുറത്ത് പറഞ്ഞു കളയരുത്, ട്രേഡ് സീക്രട്ട് ആണ്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. കുഞ്ഞു മാറും, തക്കുടു മാറും, തക്കുടു മാറും. ഒന്ന് മാറിക്കണേ, ഡേഞ്ചർ പരിപാടികളൊക്കെ. മ്യൂസിക് ഇട്ടങ്ങ് പോയാലോ? ഉണ്ടാ ദ്വാരത്തിലോട്ട് പേപ്പറിന്റെ കീഴിലുണ്ടോ? അല്ല, അവിടെ അനക്കം പോലെ കണ്ടടാ ഞാന്. കുഞ്ഞമ്മച്ചി ഇങ്ങോട്ട് വന്നേ. എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? തക്കുടു ഇവിടെ വാ.
അയ്യോ മീൻകറിയുടെ അടപ്പ് തുറന്നിരിക്കുന്നു. ദൈവമേ അത് അടയ്ക്കാൻ മറന്നുപോയി. അതിനകത്തൊന്ന് കറി കൂടി നീ. ശ്രദ്ധിക്കണ്ടേ, പാമ്പാണോ വലുത് മീനല്ലേ വലുത്? ഏ? ഇവിടെ ഏയ്, ഏയ്, ഇങ്ങ് വാ. ഞാൻ എന്തിനാ കൊണ്ട് നീ വരുന്നത്? വരാനേ. ഞാൻ എന്തിനാ കൊണ്ട് വരണം? പാമ്പ് പിടിക്കണ്ടേ? അത് നിങ്ങളുടെ പണിയല്ലേ? എന്റെ പണിയാണെങ്കിലും എനിക്ക് സാക്ഷി വേണമെന്ന്. സാക്ഷി നിങ്ങൾ ആ പാമ്പിന് ഒരു കവർ ഇട്ടോണ്ട് ഫ്രണ്ട് വന്നാൽ അപ്പൊ ഞങ്ങൾ സാക്ഷി. അയ്യോ അങ്ങനല്ല, ഞാൻ എന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് പിടിക്കുമ്പോ ആള് കൂടെ നിൽക്കണം. ഞാൻ ഇത് ലൈവ് ഇടുന്നു, പാമ്പിനെ നിന്നെ ഏൽപ്പിക്കുന്നു, പിന്നെ എനിക്ക് 2 ഡയലോഗ് പറയാനുണ്ട്. എന്തിന്? ഈ യൂട്യൂബ് വഴിയല്ലേ എന്റെ കാശ് മൊത്തം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു കോപ്ര, നിങ്ങളെ എന്തിനാണ് കൊണ്ടുവന്നത്? കോപ്പ അല്ല, കോപ്ര നിങ്ങണ്ടല്ലേ നിങ്ങളെ? ആ കോപ്ര വാ, വാ, എന്റെ കൂടെ നിൽക്കണം. ഇങ്ങനെ പേടിച്ചങ്ങനെ പാമ്പ് പിടിക്കാനല്ലേ? അത് തന്നെ. ആ. ഇതെത്ര വില ഇവിടെ ഉണ്ട്? ഇത് ഈ വീട് വെച്ചപ്പോ തൊട്ടുണ്ട്. ആ എന്നാ ഇവിടെ കാണും. ഇവിടെ ഉണ്ടെങ്കിൽ പിടിക്കേ. അല്ല ഇവിടെ കാണുമെന്നല്ല, ഇവിടെ കാണാൻ സാധ്യത കുറവാണ്. എന്റെ പൊന്നെണ്ണ, ഈ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ വാരിക്കൊണ്ടിട്ടേക്കല്ലേ, അപ്പൊ ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള തൊഴുത്തിനകത്തൊക്കെ കാണുമെന്ന്. എങ്ങനെ ഇവിടെ പാമ്പ് കാണാനാണ്? ആ? അത് കണ്ട അതിനെന്താ? ഈ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ പോലും ഇതിനകത്ത് കയറത്തില്ല, പിന്നെ എങ്ങനെ പാമ്പൊക്കെ കയറും? അത് എന്റെ മച്ചമ്പി, അത് ഉറപ്പായിട്ട് ഈ തൊഴുത്തുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്യ്. അല്ല അല്ലെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴുത്തിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കേസ് ഓർത്തത്. എന്ത്? ഇതുപോലെ കോട്ടയത്ത് എനിക്കൊരു കോൾ വന്നു. അവിടെ ഒരു തൊഴുത്തിൽ കുറെ പാമ്പുണ്ടെന്ന്. ഞാൻ ചെന്ന് നോക്കിയപ്പം 10-40 പാമ്പ്. 40 പാമ്പ്? സത്യം. അതിന്ത്? അവിടെ അവർ കുട്ടിയും കുറുങ്ങാനും ഒരു താമസമല്ലേ. ഞാൻ പറഞ്ഞു ഒന്നിനെയും പിടിക്കാൻ നിൽക്കണ്ട, ഇത് നിങ്ങളെ വരുമാന മാർഗമാണ്. എന്റെ പൊന്നെണ്ണ, നിങ്ങൾ എന്ത് ഈ പറയുന്നത്? 10-40 പാമ്പ് ഒരു തൊഴുത്തി കിടക്കുമ്പോൾ അത് ഉപദ്രവിക്കത്തില്ല, അതിനെ പിടിക്കാതെ എങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, അപ്പോഴും തന്നെ കുറെ ഗ്ലാസ് തൊട്ട് ഒരു AC അങ്ങ് വെച്ചു കൊടുത്തു. അതൊരു പാമ്പ് വളർത്തൽ കേന്ദ്രമായി. ഇപ്പൊ 100 രൂപ ഫീസ് അത് കാണണമെങ്കിൽ. അതുപോലെ ഒന്ന് തുടങ്ങിയാലോ ഇവിടെ? ഇവിടെ പിള്ളേരും പെരുക്കണേക്ക് ഉള്ള നിങ്ങളൊന്ന് നോക്ക്. കാണൂല എന്നേ, ചുമ്മാ നമ്മളെന്തിനാ സമയം കളയുന്നത്? നിങ്ങളെ വിളിച്ചത് ഇവിടുത്തെ കനകനസയാണ്, വെറുതെ കലിപ്പുണ്ടാകും. നിങ്ങൾ നോക്ക്. പാമ്പിനെ ഞാൻ പിടിച്ചിരിക്കും. ഇത് പിടിക്ക്. ഇവിടെ കാണൂലെന്നേ, വേറെ എവിടെയെങ്കിലും നോക്കിയാലോ? അവിടെ പുറയില് ആ മ്യൂസിക് ഇട്ടോട്ടെ. മ്യൂസിക് നമുക്ക് വേണം, അതാണ് എന്റെ പൊക്കളല്ലേ കൂടെ. നീ വാ, കയ്യില് പിടിച്ചോന്നേ. കാര്യം ലൈവ് പോയല്ലേ. ആ വാവ സുരേഷ് കൊണ്ടുവരുന്നെങ്കിൽ എപ്പോഴേ ഇപ്പൊ പിടിച്ചോണ്ട് പോയേനെ. അവ എങ്ങോട്ട് പോയി? ദൈവമേ, ഇനി എങ്ങോട്ട് പോയി കേറുമോന്ന് എനിക്ക് പേടി. എനിക്കറിയത്തില്ല. ഇങ്ങോട്ട് കയറി പോയി 2 എണ്ണം കൂടെ. എന്താടാ? പിടിച്ചോടാ. പിടിച്ചോ. പിടിച്ചോ? അയാൾക്ക് ചോറ് വേണമെന്ന് വിശക്കുന്നു. ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. അയാള് രാവിലെ ഒന്നും കഴിക്കാതെ കിടന്ന് ഇന്നലെ കണ്ട് രാത്രി അവിടെ പോയിട്ട് ലേറ്റ് ആയതുകൊണ്ട് ഭക്ഷണം കൊടുക്കണമെന്ന്. ആരോഗ്യം ഉണ്ടെങ്കിൽ പാമ്പിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കുഴപ്പമുണ്ട്. എന്നാ ചോറെങ്ങനെ എടുക്കും? എലിപ്പന്റെ വീട്ടിൽ നിന്ന് എടാ, ഇന്ന് 2 വീട്ടിൽ നിന്നും ഇവിടെ അല്ലേ വെച്ചത്? കയറിയിട്. അത് ശരി. പോടോടാ പറഞ്ഞേ. അല്ല, ഒരു പണി കടയിൽ നിന്ന് എങ്ങനെ വാങ്ങിച്ചു കൊടുക്ക്. അതാ ചെല്ലു. പാഴ്സൽ വാങ്ങിച്ചോണ്ട് വാ. നീ ഭക്ഷണം കഴിച്ചിട്ടേ പാമ്പിനെ പിടിക്കുള്ളൂ. ദൈവമേ, ഇത്ര നേരം ഇവിടെ എങ്ങനെ നിൽക്കണം? വന്ന് കേറി ഉടനെ വിശന്നു. ഓക്കെ സുബ്ര, രാവിലെ വിളിക്കാം. ഇവിടെ ഇരിക്കുന്നുണ്ട്. എവിടെ ഇരിക്കുമോ? എന്താന്ന് നീ പറയുന്നത്? പാമ്പൊക്കെ പോയില്ലേ? പാമ്പ് പോയാ? എവിടെ പോവാൻ? അയാള് പാമ്പിനെ ഒന്നും പിടിച്ചൊന്നുമില്ല. ഇത്രയും സമയത്ത് ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുക? എന്നിട്ട് അയാളെവിടെ? ദോലല്ല അവിടെ കുത്തിയിരിക്കുന്നു. മനുഷ്യനെ മെനക്കെടുത്തേ. പിടിച്ചു. പേടിച്ചു, ഞാൻ വിളിച്ചു പാമ്പായിരിക്കും. താനെന്തിനോട് വന്നേ? താനെന്തിനോട് വന്നേ? സാറെന്തിനോട് വന്നേ? ഇതെന്റെ വീടാ. ആണ്. അത് ശരി.
താനിപ്പോ വന്നു ഇവിടെ? ഞാൻ ഒരു ഊണ് സമയമൊക്കെ പോകുന്നു സാറേ. ആ ഊണൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരിക്കുന്നു. അമ്മനെ പിടിച്ചോ? ഇല്ല സാർ, ഞാൻ മറ്റേ സ്നേക് മാസ്റ്റർ കണ്ടോ, പുള്ളിയുടെ ധൈര്യ സമയം കേട്ടോ, പാമ്പിനെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്നത്. അതിവിടെ വീട്ടിനകത്ത് പാമ്പ് കയറിയത് കൊണ്ട് അതെ. ആൾക്കാർ വീടിന് പുറത്തിരിക്കുക. അതെ, ഞാൻ അവരുടെ അടുത്ത് 1000 വട്ടം പറഞ്ഞു സാറേ, ഒരു കുഴപ്പമില്ല, വീട്ടിനകത്ത് ധൈര്യമായിട്ട് കയറിയാൽ പാമ്പ് പോയി കാണുമെന്ന്. താൻ കണ്ട പോയത്? അല്ല, ഞാൻ കണ്ടില്ല, എനിക്ക് അതിന്റെ ശാസ്ത്രം അറിയാം. അതായത് ഒരു പാമ്പ് വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് ഇരിക്കുക സാർ, അത് മാളത്തിലാണ് ജീവിക്കുന്നത്. സാർ എന്റെ യൂട്യൂബ് ചാനൽ കണ്ടെങ്കിൽ. വീടിനകത്ത് നമ്മൾ പോകുന്ന കണ്ടില്ലല്ലോ. ഇല്ലല്ല, അത് പോയി. അത് നമ്മൾ കാണാതെ എങ്ങനെ വിശ്വസിക്കും സാറേ, അത് ഞാൻ തിരി പറഞ്ഞ പാമ്പുണ്ടോ നോക്കണ്ടോ സാർ, അത് പോയി കാണും സാർ. പേരെന്താ പറഞ്ഞേ? കോയിക്കൽ പ്രഹ്ലാദൻ. വാ. ഞാൻ പറഞ്ഞോ? വാ. ഞാനും പറഞ്ഞു സാർ. വാ. സൂക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞോ? പേടിച്ചു. പേടി എനിക്ക്. പോണ്ട സാറേ, പോവാം, തിരിച്ചു പോവാം. അയ്യോ സാറേ, അത് കലിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ പോയാൽ അറഞ്ചം പറഞ്ഞ കൊത്തു. ഒന്നും പറയില്ലേ, പോട്ട് പോട്ട്, ഒന്നും പറയില്ലേ, പോട്ട് പോട്ട് പോട്ട്. അയ്യോ, ഞാനും ശരിച്ചു. പോവാം പോവാം, ഇനി അത് വരുമെന്ന് തോന്നല്ല. പോവാം. വീടിനകത്തുനിന്ന് പോയെന്നല്ലേ ഉള്ളൂ. അത് നാളെയും വരും ചിലപ്പോ. അപ്പൊ ഞാൻ നാളെ പറഞ്ഞു. നാളെ എന്നല്ല, നീ ഇവിടെ നിന്നല്ല ഒരിടത്തും പോരുത്. ജീവനെ ഭയന്നിട്ടാണ് ആൾക്കാർ ഇത്തരം സന്ദർഭങ്ങൾ വിളിച്ചു കൂട്ടുന്നത് നിങ്ങളൊക്കെ. അപ്പൊ അവിടെ നിന്നൊരു പേടിച്ചു കൂറിയായിട്ട് അവിടെ പോയിരുന്നാലോ? പാമ്പിനെ പിടിക്കുന്ന ആൾ പാമ്പിനെ പിടിക്കണം. ഞാൻ നാളെ വേറെ ആളെ വിളിച്ചോളാം. എന്റെ യൂട്യൂബ് ചാനലിൽ സ്നേക് ഹണ്ടർ കോയിക്കൽ പ്രഹ്ലാദൻ എന്നാണ്. അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പാമ്പ്. എന്റെ പേരെന്താ? സ്നേക് ഹണ്ടർ കോയിക്കൽ പ്രഹ്ലാദൻ. ആ, പ്രഹ്ലാദൻ ഇരുന്നോട്ടെ. സ്നേക് ഹണ്ടർ അല്ല നീ. അത് പണി അറിയാന്നുള്ള ആൾക്കാർ ആ പേരിട്ടുള്ളൂ. മനസ്സിലായില്ലേ? മേലില് ഈ പേര് പറഞ്ഞ് കാണുന്നത് തന്നെ അറിയാലോ. ആ, ദൈവമേ, തങ്കം, അമ്മോ, ലില്ലി, പാമ്പ് പോയി. ദൈവമേ,